Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ട് നമുക്ക് ഓറഞ്ച് ജസ്റ്റ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അത് ഒരുപാട് കാലം സൂക്ഷിക്കാനും പറ്റും. അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിന് വേണ്ടിയിട്ടില്ലേ മെയിനായിട്ട് വേണ്ടത് ഓറഞ്ചാണ് കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ നല്ല മാൻഡ്രിൻ എന്നാണ് ഇവിടെ പറയുന്നുള്ളത്. ഞങ്ങൾ കാസർഗോഡ് നാരങ്ങ എന്നല്ലേ പറയൂ ഈ തൊല്ലുന്ന ഓറഞ്ചിനെ. പിന്നെ മറ്റത് തൊല്ലാൻ പറ്റാത്തതില്ലേ വലിയ ഓറഞ്ച് നാവൽകാല എന്നൊക്കെ ആണ് ഇവിടെ പറയുന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അതിന് മുസമ്പി എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ തൊല്ലുന്ന ഓറഞ്ചിലെ ആ മഞ്ഞ കളറായിട്ട് നല്ല സ്മെല്ലൊക്കെ ആയിട്ടുണ്ടാകുന്ന അതിനാണ് നമ്മൾ ഇതിന് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ 4 മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ആദ്യം ഇങ്ങനെ തൊലി കൈയോടെ തന്നെ എടുക്കാൻ പറ്റുന്ന ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഓറഞ്ച് തന്നെ വേണം എടുക്കാൻ. അത് നല്ല മഞ്ഞ ഓറഞ്ച് കളറില്ലേ, ഓറഞ്ച് കളറുള്ള ഓറഞ്ച് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. പച്ച കളറിലായിട്ടുള്ളത് വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഈജിപ്തിൻ്റെ മാൻഡ്രിനാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം മറ്റെന്ത് പൂതൽ പോലെയൊക്കെ ഉണ്ടാകുന്നില്ല, വെള്ളമൊന്നും ഇല്ലാത്ത ടൈപ്പിൽ അങ്ങനെയാണ് 2-3 മറ്റേ ബ്ലഡ് ഓറഞ്ച് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായത്. ബാക്കി മാൻഡ്രിൻ നിന്ന് കിട്ടിയിട്ടുണ്ടായത് നല്ല തന്നെയാണ്. അപ്പോൾ അതും ഇതും കൂടിയിട്ടാണ് ഞാൻ രണ്ടും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. എല്ലാം ഓറഞ്ച് തന്നെ ഓരോ പേരിൽ വരുന്നതെന്നേ ഇല്ലൂ. എന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതിൻ്റെ ആ മറ്റേ വെളുത്ത ഭാഗമില്ലേ അത് ഇട്ടെങ്കിൽ കഴിക്കുമോ. അത് കയ്പ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ വെളുത്ത ഭാഗമല്ല നമ്മൾ ഇങ്ങനെ ചിരണ്ടിയിട്ട് എടുക്കുന്നുള്ളത്. ഇത് ഈ 4-5 ഓറഞ്ച് വെച്ചിട്ട് തന്നെ അതിൻ്റെ സ്കിൻ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ഒരു കപ്പ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാനും പറ്റും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് ഞാൻ ഇത് എല്ലാം മൊത്തത്തിൽ അതിൻ്റെ ആ മഞ്ഞ കളറ് മാത്രം വെച്ചിട്ട് അതിൻ്റെ മീത്തലത്തെ വെള്ള കളറെല്ലാം ഉണ്ടായതെല്ലാം ഞാൻ എടുത്തിട്ട് കളഞ്ഞവ. എന്നിട്ടായിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട് അതിലേക്ക് അത് മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫിൽറ്ററിന് ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടായിട്ട് നമുക്ക് ഇതിനെ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഞാൻ ഫസ്റ്റ് ഉപ്പ് ഇട്ടിട്ടും എന്നിട്ട് ഉപ്പ് ഇല്ലാതെ വെള്ളത്തിലായിട്ടും നല്ല പോലെ കഴുകിയെടുത്ത ഓറഞ്ചിൻ്റെ സ്കിന്ന് തന്നെയാണിത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല പോലെ ഒരു 4-5 മിനിറ്റ് വരെ ഇത് തിളപ്പിക്കണം കേട്ടോ. ഇങ്ങനെ ഈ പ്രൊസീജിയർ സെയിം പ്രൊസീജിയർ തന്നെ 3 പ്രാവശ്യം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കളയുന്നതെന്ന് വെച്ചാൽ ഈ ഓറഞ്ചിനൊക്കെ കയ്പ്പ് ഉണ്ടാവില്ല. നമ്മളിപ്പം ലെമണൊക്കെ പിക്കിളിടുമ്പോൾ ആ ലെമണും അങ്ങനെ കയ്പ്പ് രസമായിട്ടല്ലേ ഫസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ 3 പ്രാവശ്യവും ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളച്ച് എടുത്തതിന് ശേഷമാണ് ഞാനിതിനെ ഓറഞ്ച് ജസ്റ്റ് ആക്കി എടുക്കുന്നുള്ളത്. ഇത് മറക്കാതെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നുള്ളത്. ഇപ്പോൾ ഈ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കി എടുക്കുന്നുള്ളത്. ഇത് 3 പ്രാവശ്യം തിളപ്പിച്ച് എടുത്തതിന് ശേഷമാണ് പച്ചവെള്ളത്തിൽ ഒന്നും കൂടി ഞാൻ കഴുകി എടുത്തിട്ടുള്ളത്. എന്നിട്ടായിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് എത്രത്തോളം ചെറുതായിട്ട് കട്ടാക്കാൻ പറ്റുന്നുവോ, നമുക്ക് എത്രത്തോളം ചെറുതായിട്ടാണ് അത് വേണ്ടിയിട്ടുള്ളത് അത്രത്തോളം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഇത്ര സ്ക്വയർ ടൈപ്പിൽ അങ്ങനെ എന്തെങ്കിലും ആട്ടെ നമുക്ക് ആ ടൈപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ സോസ് പാനിലേക്ക്. എന്നിട്ട് ഇത് മുഴുവനും ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ 1 കപ്പിന് കുറച്ച് മേലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ടായിട്ട് നമ്മൾ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടാവാം. 3/4 കപ്പ് വെള്ളവും അതിൽ ബാക്കി 1/4 കപ്പ് വരുന്നത്ര നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് മാറ്റി വെച്ച അതിൻ്റെ ഓറഞ്ചിലെ
അതിലൊരു ഓറഞ്ച് എടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് അതിൻ്റെ ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ആകുമ്പോൾ ഈ ഓറഞ്ച് ജസ്റ്റിന് നല്ല ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പാണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സോൾട്ട്. എന്നിട്ട് നമുക്കിതാ ഇനിയാണ് ഇത് നല്ലപോലെ വന്നിട്ട് ഇതിലേക്ക് ഈ ഷുഗറൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലോണം ക്രിസ്റ്റൽ പോലെ ആയിട്ട് എടുക്കണ്ട, അപ്പോൾ അത് തണുക്കുന്ന സമയത്ത് കട്ടയായിട്ട് വരും. അപ്പോൾ ഇതാ ഇങ്ങനെ ആകുമ്പോഴത്തേന് അത് ഓഫ് ചെയ്തെടുക്കാം. ഈ പ്രൊസീജിയർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ചെയ്യണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. നമ്മളടുത്ത് തന്നെ നിന്നാൽ മതി. ഇത് തണുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് തണുത്തതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓറഞ്ച് ജസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സ്പൂണിൽ നിന്നൊക്കെ എടുക്കുമ്പോൾക്ക് ഇങ്ങനെ വിട്ട് സിംഗിളായിട്ട് തന്നെ വരുന്നുണ്ടാവുക. ഇത് നല്ലോണം നമ്മൾ ഫുള്ള് ക്രിസ്റ്റൽ രൂപത്തിലായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇപ്പോൾ തണുത്ത ഈ ടൈമിൽ അതിങ്ങനെ കട്ടായിട്ട് എല്ലാം ഒട്ടിയിട്ട് പിടിക്കും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രൊസീജിയർ ആകുമ്പോഴത്തേന് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇനി തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ എന്തിലേക്ക് വേണമെങ്കിൽ യൂസ് ആക്കാവുക. നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ ഉണ്ടാക്കൂലേ, അതിലൊക്കെ പെർഫെക്റ്റ് മാച്ചാണ് ഈ ഓറഞ്ച് ജസ്റ്റ്. നല്ല ടേസ്റ്റാണ് അതിന് കിട്ടുന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന ഡെസേർട്ടിനൊക്കെ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഓറഞ്ച് ജസ്റ്റൊന്നും ഇത്ര ഒറിജിനലായിട്ടൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് കുറേ പഞ്ചസാര ഇട്ടിട്ട് അല്ലെങ്കിൽ അത് ഓറഞ്ച് ജസ്റ്റാന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് സാധാരണ പാക്കറ്റുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ സാധാരണ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാറാണ് പതിവുള്ളത്. എന്നിട്ട് ഞാൻ കൂടുതലും സാലഡിലൊക്കെ ഇടാറുണ്ട് ഇത്. അപ്പോൾ അതിന് പ്രത്യേക തരം ഒരു ടേസ്റ്റ് തന്നെയാണ് സാലഡ്സൊക്കെ അത് ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കേക്കിലാണെങ്കിലും ഡെസേർട്ടിലാണെങ്കിലും എന്തിലേക്കൊക്കെ ഇപ്പം ഓറഞ്ച് ജ്യൂസൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നുള്ളത് കേട്ടോ. ആ കയ്പൊന്നും ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് കേട് വന്ന് പോവും. അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിലാക്കിയിട്ടും വെക്കാം, അല്ലാതെ പുറത്ത് തന്നെയും വെക്കാം, പ്രശ്നമൊന്നുമില്ല. കൂടുതലും നല്ലത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.